AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ ചാപ്റ്ററിലെ ബാക്കി ഭാഗങ്ങളാണ്. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത്. ആ പോയം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പോയത്തിൻ്റെ പേരാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു പോയാണ്. ഈ പോയം എന്ന് പറയുന്നത് ചുറ്റുമുള്ള ലോകത്തെ കാണുമ്പോൾ കവിക്കുണ്ടാവുന്ന അത്ഭുതവും വിസ്മയവുമാണ് ഈ കവിത. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. The world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. While walking in the woodlands, with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around, and in wonder and amazement I sing. I have pricked my ears, I have opened my eyes, I have bared my heart to the world in the midst of the known. I have sought the unknown, and in wonder and amazement I sing. കവിത നിങ്ങൾ കേട്ടില്ലേ? ഈ കവിതയുടെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുറ്റുമുള്ള ലോകത്തെ നോക്കുമ്പോൾ കവിക്കുണ്ടാകുന്ന അത്ഭുതവും വിസ്മയവുമാണ് ഈ കവിത. സൂര്യൻ, നക്ഷത്രങ്ങൾ, പുല്ല്, പൂക്കൾ, പ്രപഞ്ചം എല്ലാറ്റിനോടും അയാൾക്ക് ആത്മബന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഈ വലിയ ലോകത്ത് തൻ്റേതായ ഒരു പ്രത്യേക ഇടം കണ്ടെത്തിയെന്നും അതാണ് തനിക്ക് സന്തോഷവും അത്ഭുതവും നൽകുന്നതെന്നും കവി പറയുന്നു. ശക്തമായ വേലിയേറ്റം പോലെ ലോകത്തിൻ്റെ ഊർജം തന്നിലൂടെ സഞ്ചരിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെടുന്നു. അത് പാടാനും ആഘോഷിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. ലോകത്തെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാനും കാടുകളിലൂടെ നടക്കാനും അത് സമ്മാനിക്കുന്ന അതിശയകരമായ എല്ലാ ആശയങ്ങളും എല്ലാ കാര്യങ്ങളും അനുഭവിക്കാനും കവി എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ചും കവിത പറയുന്നു. ലോകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതാണ് അദ്ദേഹത്തെ വളരെ നന്ദിയും സന്തോഷമുള്ളവനാക്കുന്നത്. കവിതയിൽ ലോകത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കവി ആ ലോകത്തൊരു പ്രത്യേകം തൻ്റേതായ ഒരു ഇടം കണ്ടെത്തുന്നു. അതിൽ സന്തോഷവും അത്ഭുതവും അദ്ദേഹം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത്. നമുക്ക് ഓരോ സ്റ്റാൻസയായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ എന്താ പറയണേ? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് സ്റ്റാർസ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. എന്താ അതിൽ പറയുന്നത്? അതായത് ലോകത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇതിൽ കവി പറയുന്നത്. അദ്ദേഹം എന്ത് പറയുന്നു? ആകാശത്ത് സൂര്യനെയും നക്ഷത്രങ്ങളെയൊക്കെ കാണുന്നു. പ്രപഞ്ചം മുഴുവൻ ജീവൻ നിറഞ്ഞതാണെന്ന് അദ്ദേഹത്തിനറിയാം. ഈ വലിയ ലോകത്ത് ഒരു പ്രത്യേക സ്ഥാനം കണ്ടെത്തിയതിൽ അദ്ദേഹത്തിന് നന്ദിയുണ്ട്. അതുകൊണ്ടാണ് സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും അദ്ദേഹം പാടുന്നത്. നെക്സ്റ്റ് ആൻസർ വായിക്കാം. The world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. അതായത് ലോകത്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഈ വരികൾ.
ഇത് സമുദ്രത്തിൻ്റെ വേലിയേറ്റം പോലെയാണ്. അത് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മെ കാര്യങ്ങൾ ആഴത്തിൽ അനുഭവിപ്പിക്കുന്നു. കവിയുടെ ഹൃദയത്തിൽ പ്രബലമായ ഒരു ആകർഷണം അനുഭവപ്പെട്ടു. അത് അദ്ദേഹത്തെ ഉന്മേഷവാനാക്കുവാനും സന്തോഷമുള്ളവനാക്കുവാനും തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും പാടുന്നത്. നെക്സ്റ്റ് ആൻസർ. While walking in the woodlands with my feet, I have touched the blades of grass. I have been startled by the flowers of fragrance. They have all maddened my mind. The gift of gladness and joy are strewn all around. And in wonder and amazement I sing. അതിലെന്താണ് പറയുന്നത്? കവി പ്രകൃതിയെക്കുറിച്ചാണ് ഈ വരികളിൽ സംസാരിക്കുന്നത് അല്ലേ. അദ്ദേഹം കാടുകളിലൂടെ നടക്കുന്നു. പാദങ്ങളിൽ എന്താ ചെയ്യുന്നത്? കാടുകളിലൂടെ നടക്കുമ്പോൾ പുല്ലിൻ്റെ സ്പർശം അനുഭവിക്കുകയും മനോഹരമായ പൂക്കളുടെ മണം ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. ഇതൊക്കെ കവി ആ സ്റ്റാൻസിൽ പറയുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം അത്ഭുതത്തോടെയാണ് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷമുള്ളവനാക്കുന്നു, വളരെയധികം വികാരമുള്ളവനാക്കുന്നു എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ നന്മകളെക്കുറിച്ചും അദ്ദേഹം സന്തോഷവും നന്ദിയുള്ളവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും പാടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ വായിക്കാം. I have pricked my ears, I have opened my eyes, I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. അതായത് 4ാം സ്റ്റാൻസ് എന്താ പറയുന്നത്? പുതിയ അനുഭവങ്ങളോട് തുറവിയുണ്ടായിരിക്കുക എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് താൻ കാതുകൾ കൊണ്ട് കേൾക്കുകയും കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ആയിരിക്കുകയും ചെയ്യുന്നുവെന്ന് കവി പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ ആശ്വാസ മേഖലയിൽ ഒതുങ്ങല്ല ചെയ്യുന്നത്. പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും പുതിയ അത്ഭുതങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും പാടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ചുറ്റുമുള്ള ലോകത്തെ കാണുമ്പോൾ കവിക്കുണ്ടാകുന്ന അത്ഭുതങ്ങളും വിസ്മയവുമാണ് കൂടുതലായിട്ട് പറയുന്നത്. അതായത് ലോകത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, എല്ലാ നന്മകൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തെ സന്തോഷമുള്ളവനും അത്ഭുതത്തോടെയുമാണ് അദ്ദേഹം ഇതിനൊക്കെ കാണുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും അവസാനത്തെ ആശയം എന്ന് വെച്ചാൽ പുതിയ അനുഭവങ്ങളോട് തുറവിയുണ്ടായിരിക്കുക എന്നതാണ്. അതായത് കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് സത്യസന്ധമുള്ളവരായിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം ഈ സ്വന്തം തൻ്റെ ആശ്വാസ മേഖലയിൽ ഒതുങ്ങല്ല ചെയ്യുന്നത്. എന്താ ചെയ്യണേ? അദ്ദേഹം പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും പുതിയ അത്ഭുതങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തുണ്ടാകുന്നത്? അദ്ദേഹം സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും പാടുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ന്യൂ വേർഡ്സ് നോക്കാം. ന്യൂ വേർഡ്സും അതിൻ്റെ വേർഡ് മീനിങ് നോക്കാം. അമേസ്മെൻറ്റ്, അതായത് വിസ്മയം എന്നാണ് അർത്ഥം. ഫീലിംഗ് ഓഫ് സർപ്രൈസ്. ബാർഡ് എന്ന് വെച്ചാൽ അൺകവേർഡ്, തുറന്നു കാട്ടി. ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, അതായത് പുല്ലിൻ്റെ അഗ്രഭാഗം. തിൻ ഫ്ലാറ്റ് പാർട്സ് ഓഫ് ഗ്രാസ്. നെക്സ്റ്റ് വരുന്നതാണ് എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്വരത എന്ന് പറയും. അതായത് എ വെരി ലോങ് ടൈം, സംടൈംസ് കൺസിഡേർഡ് ഇൻഫൈനൈറ്റ്. ഇതൊക്കെയാണ് എറ്റേണിറ്റിയുടെ അർത്ഥം. പിന്നെ വരുന്നതാണ് ഫോളിങ്. ഫോളിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വീഴുക. ഓക്കെ, മൂവ് ഡൗൺവാർഡ്സ്. ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവപ്പെടുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ്, സമ്മാനം. ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. നോൺ എന്ന് പറഞ്ഞാൽ ഫെമിലിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പരിചിതമായ. മാഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭ്രാന്ത് പിടിക്കുക. ഓക്കെ, അതിനെയാണ് മാഡൻ എന്ന് പറയാം. മേക്ക് എക്സ്ട്രീംലി അനോയ്ഡ്. ഓക്കെ, മിഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ, മധ്യത്തിൽ എന്നർത്ഥം. റേസിംഗ് മീൻസ് വേഗതയിൽ ഓടുക. റേസിംഗ്. ടു മൂവ് ക്വിക്ക്ലി ആൻഡ് എനർജറ്റിക്കലി. റൈസിംഗ് മീൻസ് ഉയരുക. ടു മൂവ് അപ്വാർഡ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്, അതായത് പ്രപഞ്ചത്തിനെയാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. ദ ഫീലിംഗ് ഓഫ്
സർപ്രൈസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് അതിലത്തെ ന്യൂ വേർഡ്സും അതിൻ്റെ വേർഡ് മീനിങ്സും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഈ പോയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ സ്പീക്കർ സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും പാടുന്നത്? എന്തുകൊണ്ടാണ്? The speaker sings in wonder and amazement because he has found a place among the wonder of the universe and is filled with joy and gratitude. Okay, ഒന്നുകൂടി വായിക്കാം. The speaker sings in wonder and amazement because എന്താണ്? He has found a place among the wonders of the universe and is filled with joy and gratitude. Okay, next question, what do you think eternity's rushing tide means? അനശ്വരതയുടെ കുതിച്ചുയരുന്ന വേലിയേറ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. Eternity's rushing tide means the constant flow of time and vastness of the universe and the power that is always moving and changing. Eternity's rushing tide means the constant flow of time and the vastness of the universe and the power that is always moving and changing. Next question, pick out the worldly wonders described in the poem. അതായത് കവിതയിൽ വിവരിച്ചിരിക്കുന്ന ലോകാത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം ആർ സൺ, സ്റ്റാർസ്, ലൈഫ്, ഗ്രാസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മാഡൻ ദ പോയിറ്റ്സ് മൈൻഡ്? അതായത് കവിയുടെ മനസ്സിനെ ഭ്രമാത്മകമാക്കിയത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബ്യൂട്ടി ആൻഡ് ജോയ് ഓഫ് ദി വേൾഡ്ലി വണ്ടേഴ്സ്, സൺ, സ്റ്റാർസ്, ലൈഫ്, ഗ്രാസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ് maddened the poet's mind. Okay, next question നോക്കാം. Why does the speaker prick his ears, open his eyes and bare his heart? എന്തുകൊണ്ടാണ് സ്പീക്കർ കാത് കൂർപ്പിക്കുന്നതും കണ്ണുകൾ തുറന്ന് ഹൃദയം ശൂന്യമാക്കുന്നതും? The speaker pricks his ears, opens his eyes and bares his heart because he wants to fully experience and understand the world around him in fullness and be open to new experience. Okay, the speaker pricks his ears and opens his eyes and bares his heart because he wants to fully experience and understand the world around him in fullness and be open to new experiences. Okay, next question, what do you think the poet means by in the midst of the known I have sought the unknown? അതായത് പരിചിതരുടെ ഇടയിൽ ഞാൻ അപരിചിതരെ തിരഞ്ഞു എന്ന് കവി അർത്ഥമാക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. The poet means that even though he knows many things about the world, he is still seeking to discover more and learn about the unknown, mysterious aspects of life. അതായത് അദ്ദേഹത്തിന് വേൾഡിനെ കുറിച്ച് അറിയാം, പക്ഷേ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ലേൺ എബൌട്ട് ദ അൺനോൺ, അതായത് അപരിചിതമായ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയാണ്, ലേൺ ചെയ്യാണ്, പഠിക്കുകയാണ്. ദ മിസ്റ്റീരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, സീക്കിംഗ് ടു ഡിസ്കവർ മോർ, അതായത് കുറേ കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് അന്വേഷിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത്ഭുതങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പഠിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്താലോ. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം അനദർ പോയം ദ സാൻഡ്സ് ഓഫ് ഡി ബൈ ചാൾസ് കിങ്സ്ലി. ചാൾസ് കിങ്സ്ലി എഴുതിയിട്ടുള്ള സാൻഡ്സ് ഓഫ് ഡിയിൽ നിന്നുള്ള ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓ മേരി, ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം. Across the sands of D, the phrase "and call the cattle home" is used 3 times. Such repetitions are called refrain. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം? റൈറ്റ് ഇറ്റ് ഡൗൺ. ഏതാണ് പോയത്തിൽ കൊടുത്തിട്ടുള്ള റിപ്പീറ്റഡ് ലൈൻ? ഏതാണ് നമ്മൾ വായിച്ചിട്ടുള്ള പോയത്തിൽ കൊടുത്തിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് അല്ലേ? അതാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ വരികളിലോ അല്ലെങ്കിൽ ലൈൻസിലോ ഫ്രേസിലൊക്കെ ആവർത്തിക്കുന്ന ഒരു വരി അല്ലെങ്കിൽ വാക്യമാണ് എന്ത് പറയുന്നത്? റിഫ്രെയിൻ എന്ന് പറയുന്നത്. A refrain is a line or phrase that is repeated within lines or stanza. വരികളിലോ അല്ലെങ്കിൽ ഫ്രേസിലൊക്കെ ആവർത്തിക്കുന്ന ഒരു വരി അല്ലെങ്കിൽ ഒരു വാക്യം, ഒരു ലൈൻ അല്ലെങ്കിൽ സ്റ്റാൻസയാണ് എന്ത്? റിഫ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ദ സാൻഡ്സ് ഓഫ് ഡി, ചാൾസ് കിങ്സ്ലിയിലെ ഒരു ചെറിയൊരു കുറച്ച് ലൈൻസ് നമ്മൾ വായിച്ചില്ല പോയത്തിലെ, അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലൈൻ ഏതാണ്? ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്ന് പറയുന്നതാണ് അതിൽ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൽ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? സ്പീക്കറിൽ അത്ഭുതവും വിസ്മയവും നിറയ്ക്കുന്നത് എന്താണ്? ആ കവിയിൽ അല്ലെങ്കിൽ സ്പീക്കറിൽ അത്ഭുതവും വണ്ടറും അമേസ്മെൻറ്റൊക്കെ നിറയ്ക്കണത്, ഫില്ല് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നോട്ട് ചെയ്യുക എല്ലാവരും. ദ സ്കൈ ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ ഫീൽ ഓഫ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് സ്വേയിങ് ദ വേൾഡ്, ദ ടഗ് ഓഫ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് ഇൻ സ്പീക്കേഴ്സ് ബ്ലഡ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് സ്റ്റാർട്ട്ലിംഗ് ദ സ്പീക്കർ, ദ ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് സ്ട്രീവൺ ഓൾ അറൗണ്ട്, the act of seeking the unknown in the midst of the known. ഇതാണ് സ്പീക്കറിൽ എന്ത് വണ്ടർ അമേസ്മെൻ്റ് ഒക്കെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ ഫീലിംഗ് ഓഫ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് സ്വേയിങ് ദ വേൾഡ്, ദ ടഗ് ഓഫ് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് ഇൻ ദ സ്പീക്കേഴ്സ് ബ്ലഡ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് സ്റ്റാർട്ട്ലിംഗ് ദ സ്പീക്കർ, the gift of gladness and joy strewn all around, the act of seeking the unknown in the midst of the known. തേർഡ് ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോയം. പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്, അത് പ്രോപ്പർ പെയറായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്. സ്പീഡ് ഏതാണ്? വേൾഡ്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രാഗ്രൻസ്. ഗ്രാസ് എന്ന് പറയുമ്പോൾ ബ്ലേഡ്സ്. മൈൻഡ് എന്ന് പറയുമ്പോൾ മാഡൻഡ്. വെയിൻസ് എന്ന് പറയുമ്പോൾ റൈസിങ്. ഒന്നുകൂടി വായിക്കാം. സ്വേഡ്, വേൾഡ്, ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്, ഗ്രാസ്, ബ്ലേഡ്സ്, മൈൻഡ്, മാഡൻഡ്, വെയിൻസ്, റൈസിങ്. ഓക്കെ, ഫോർത്ത് ആക്ടിവിറ്റി. ലെറ്റ് us revisit the first stanza. വായിക്കാം. ദ സ്കൈ ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, among all these I have found a place, and in wonder and amazement I sing. In the first line, the initial sound S in sky is repeated in sun and stars also. This repetition is called alliteration. എന്താ പറയുന്നത്? ആ റിപ്പിറ്റേഷന് പറയുന്ന പേരാണ് alliteration. അതായത് ഒരു കവിതയുടെ ഒരേ വരിയിൽ വരുന്ന പദത്തിൻ്റെ പ്രാരംഭ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനത്തെ അലിറ്ററേഷൻ എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ദ സ്കൈ ഫുൾ ഓഫ് സൺ ആൻഡ് ദ സ്റ്റാർസ്. ദ സ്കൈയിൽ എസ് വരുന്നുണ്ട്.
അപ്പോൾ അതേ സ്റ്റാൻസിൽ തന്നെ അടുത്ത വേർഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? സൺ ആൻഡ് സ്റ്റാർസ്. സ്കൈ, സൺ, സ്റ്റാർസ്. സോ എസ് അലിറ്ററേഷൻ, അതായത് ആവർത്തിച്ച് വരുന്ന പ്രാരംഭ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനത്തെയാണ് ഒരു വരിയിൽ, കവിതയുടെ ഒരേ വരിയിൽ വരുന്ന പദത്തിൻ്റെ പ്രാരംഭ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനത്തെയാണ് എന്ന് പറയുന്നത് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അലിറ്ററേഷൻ എന്ന് പറയും. Okay, in the first line the initial sound S in sky is repeated in sun and stars also. Okay, can you find the other examples from the poem? അപ്പോൾ ഇനി ആ പോയത്തിലുള്ള അതർ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. മാഡൻഡ് മൈ മൈൻഡ്, എം അലിറ്ററേഷനാണ്. അലിറ്ററേഷൻ ഏതാണ്? എം ആണ്. മാഡൻഡ് മൈ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ് വരുന്നതാണ്? ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ജി ആണ് ലിറ്ററേഷൻ. ഗിഫ്റ്റ്, ഗ്ലാഡ്നെസ്. ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, അതായത് ജി ആണ് ലിറ്ററേഷൻ വരുന്നത്. ഗിഫ്റ്റ്, ഗ്ലാഡ്നെസ്. നെക്സ്റ്റ് വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. വൈൽ വാക്കിംഗ് വുഡ്ലാൻഡ്സ്. ഡബ്ല്യു ആണ് അവിടെ ലിറ്ററേഷൻ വരുന്നത്. വൈൽ വാക്കിംഗ് വുഡ്ലാൻഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ് അല്ലേ? എഫ് ആണ് ലിറ്ററേഷൻ വരുന്നത്. ഫ്ലവേഴ്സ്, ഫ്രാഗ്രൻസ്, എഫ്. ഓക്കെ, ഇവിടെ എഫ് ആണ് ലിറ്ററേഷൻ വരുന്നത്. അപ്പോൾ ലിറ്ററേഷൻ എന്ന് പറയുന്നത് ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസണന്റ് സൗണ്ട് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോയം ഈസ് കോൾഡ് അലിറ്ററേഷൻ. ഒരു കവിതയുടെ ഒരേ വരിയിൽ വരുന്ന ഒരു പദത്തിൻ്റെ പ്രാരംഭ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനത്തെയാണ് എന്ന് പറയുന്നത് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കാം. അതായത് എല്ലാവർക്കും ട്രാവലിംഗ് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവലിംഗ് അല്ലേ? ട്രാവലിംഗ് എന്ന് പറഞ്ഞൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് അല്ലേ? ട്രാവൽ പ്രൊവൈഡ്സ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ന്യൂ പീപ്പിൾ, ദർ വേസ് ഓഫ് ലൈഫ്, ദർ കൾച്ചർ എക്സെട്ര അല്ലേ? ഹിയർ ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. അതായത് ഒരു സീയുടെ അടുത്തുള്ള, കടലിനടുത്തുള്ള ഒരു കൺട്രിയുടെ പറ്റിയിട്ടുള്ള ഒരു ട്രാവൽ നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ്. എമിറേറ്റ്സ് ഒറ്റ നോട്ടത്തിൽ. അപ്പോൾ ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. What would await an accidental tourist in UAE? I wondered as I come out of the airport into an open air. I was an accidental tourist. I had been to Oman to stay within my niece. I had just squeezed in 2 days on my way back to home. But 2 days were enough to give me an eyeful and plenty of flood for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert, which seemed to stretch endlessly, was a spectacle too. എന്താ അതിൽ പറയുന്നത്? യു എയിൽ നിന്ന് അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു വിനോദസഞ്ചാരിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാകാം? എയർപോർട്ടിൽ നിന്നും പുറത്തെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അതെ, ഞാൻ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സഞ്ചാരിയാണ്. എൻ്റെ നീസിനോടൊപ്പം താമസിക്കുവാൻ ഞാൻ ഒമാനിലേക്ക് പോവുകയായിരുന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 2 ദിവസങ്ങൾ ഞാനിങ്ങനെ അപഹരിക്കുകയായിരുന്നു. എന്താണ്, എനിക്ക് നോക്കിക്കാണുവാനും ചിന്താവിഷയമാക്കുവാനും 2 ദിവസങ്ങൾ ധാരാളം മതിയായിരുന്നു. വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിൽ ചുറ്റിത്തിരിയുന്ന കട്ടിയുള്ള മേഘങ്ങൾ ഇതിനകം എനിക്കൊരു കാഴ്ച അനുഭവം സമ്മാനിച്ചിരുന്നു. അനന്തവിശാലമായി കാണപ്പെട്ട മരുഭൂമിയും ഒരു കാഴ്ച അനുഭവമായിരുന്നു. അതായത് ഈ പറയുന്ന ഇതിലത്തെ ക്യാരക്ടർ അദ്ദേഹം എന്ത് ചെയ്യാണ്? അയാളുടെ നീസിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ആൾ ഒമാനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ തിരികെ വീട്ടിലേക്ക് പോണ വഴിക്ക് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം വന്ന വഴികളിലൂടെ ചിന്തിച്ചതാണ്. അതായത് വിമാനത്തിൻ്റെ ചിറകൾക്ക് മുകളിൽ ചുറ്റിത്തിരിക്കുന്ന കട്ടിയുള്ള മേഘങ്ങൾ ഇതിനകം എനിക്കൊരു കാഴ്ചാനുഭവം സമ്മാനിച്ചിരുന്നു. അനന്തവിശാലമായി കാണപ്പെട്ട മരുഭൂമിയും എനിക്കൊരു കാഴ്ചാനുഭവമായിരുന്നു. അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നമുക്ക് വായിക്കാം.
The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. We never got tired of stopping and venturing out into the beach. The sea had the same serene appearance everywhere. One feels a kind of heavenly bliss at these quiet beaches. എന്താ അതിൽ പറയുന്നത്? അതായത് എൻ്റെ സുഹൃത്ത് അശോകൻ്റെ കാറിൽ റാസ് അൽ ഖൈമയിൽ നിന്നും അബുദാബിയിലേക്കുള്ള യാത്ര അവിസ്മരണീയമായിരുന്നു എന്ന് പറയാണ്. ബീച്ച് എവിടെയുണ്ടെങ്കിലും അവിടെ എത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടായിരുന്നില്ല. കടലെല്ലായിടത്തും പ്രശാന്തമായിരുന്നു. ശാന്തമായ ഈ കടലോരങ്ങളിൽ ആർക്കും ഒരു സ്വർഗീയ അനുഭൂതി അനുഭവപ്പെടും. അദ്ദേഹത്തിൻ്റെ ട്രാവൽ നോട്ടാണ് കേട്ടോ അത്. അപ്പോൾ ട്രാവൽ നോട്ട് അദ്ദേഹം എഴുതാണ്, അദ്ദേഹം പോയിട്ടുള്ള സ്ഥലത്ത് ഉള്ള ട്രാവൽ നോട്ട് എഴുതാണ്. അപ്പോൾ അദ്ദേഹം ഒമാനിലേക്ക് പോണ വഴിക്ക് അദ്ദേഹം വിമാനത്തിൽ കയറിയ അനുഭവങ്ങൾ ഫസ്റ്റ് സ്റ്റാൻസിൽ വായിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻസിൽ എന്താണത്, അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എൻ്റെ കൂടെ അശോകൻ്റെ കൂടെ റാസ് അൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര, അബുദാബിയിലേക്കുള്ള യാത്രയിൽ ബീച്ച് എവിടെയുണ്ടെങ്കിലും അവർക്കൊരു മടുപ്പായിരുന്നില്ല. കടലെല്ലായിടത്തും ശാന്തമായിരുന്നു. കടലോരങ്ങളിൽ ഒരു സ്വർഗീയ അനുഭൂതി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് രണ്ടാമത്തേൽ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് വായിക്കാം. അറ്റ് സ്വീഹൻ in Abu Dhabi, I caught sight of something unexpected. It was entrance to the new Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 GW of power. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photographs of power plant on the net. The plant has an amazing 3.2 million solar panels. I wish tourists were given an aerial view of the plant. എന്താ അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബുദാബിയിലെ സ്വിഹാനിൽ വെച്ച് ഞാൻ അപ്രതീക്ഷിതമായൊരു കാഴ്ച കണ്ടു എന്ന് പറയുകയാണ് അദ്ദേഹം. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിൻ്റെ പ്രവേശ കവാടമായിരുന്നു അത്. നൂർ അബുദാബി എന്ന് പറയുന്നത് സോളാർ പവർ പ്ലാന്റിൻ്റെ പ്രവേശ കവാടമായിരുന്നു. 1.2 ഗിഗവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിശയകരമായ ഒരു സോളാർ പവർ പ്ലാന്റ് ആണത്. അപ്പോൾ നൂർ അബുദാബിയിൽ സോളാർ പവർ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ഒരു കവാടമായിരുന്നു അത്. ഇത് അബുദാബിയിലെ അബുദാബിയിലെ സ്വീഹനിൽ കേട്ടോ. അപ്പോൾ അവിടെ 1.2 ഗിഗവാട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അതിശയകരമായ ഒരു സോളാർ പവർ പ്ലാന്റ് ആണത്. വിനോദസഞ്ചാരികൾക്ക് ഒരിക്കലും അകത്തേക്ക് പ്രവേശനമില്ല. നെറ്റിലെ പവർ പ്ലാന്റിൻ്റെ ഗംഭീര ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് എനിക്ക് തൃപ്തനാകേണ്ടി വന്നു. അതായത് അകത്തിലേക്ക് പ്രവേശനമില്ല, നെറ്റിലത്തെ കുറേ പവർ പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫുകളൊക്കെ കണ്ടിട്ട് അദ്ദേഹം തൃപ്തി അടഞ്ഞു എന്നാണ് പറയുന്നത്. 3.2 മില്യൺ സോളാർ പാനലുകളാണ് പ്ലാന്റിനുള്ളത്. എത്ര സോളാർ പാനലുള്ളത്? 3.2 മില്യൺ. എന്തൊരു വലുതായിരിക്കുമല്ലോ. അപ്പം വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റിൻ്റെ ആകാശത്തു നിന്നുള്ള കാഴ്ച നൽകിയിരുന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അദ്ദേഹം പറയാണ്, അതായത് വിനോദസഞ്ചാരികൾക്ക്, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പ്ലാന്റിൻ്റെ ആകാശത്തു നിന്നുള്ള കാഴ്ച നൽകുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ വായിക്കാം. I was able to view the imposing Burj Khalifa, the tallest building in the world. Climbing it all the way up would take you to the top of the world. Of course, I could not do it. A boat ride at Burj Dubai late in the evening was fascinating experience. The dazzling lights and the reflections on the creek give you a feeling of being out of the world. It was only matched by the ride on the metro from Al Nadha to Stadium. Watching the landscape from the train is always entertaining. But here was a landscape totally different from anything I had ever seen. എന്താ സ്റ്റാൻസിൽ പറയുന്നത്? അതായത് അതിമനോഹരമായ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും പ്രൗഢിയുള്ളതുമായ കെട്ടിടം ഏതാണ്? ബുർജ് ഖലീഫ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ പ്രതീതി ഉണ്ടാവും. തീർച്ചയായും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല.
വൈകുന്നേരത്തെ ദുബായിലെ ബോട്ട് സവാരി കൗതുകകരമായ ഒരു അനുഭവമായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും ഉൾക്കടലിലെ അവയുടെ പ്രതിഫലനങ്ങളും നിങ്ങൾക്ക് ലോകത്തിന് പുറത്താണെന്ന് തോന്നുന്നു നൽകുന്നു. ഇതിനോട് കിടപിടിക്കുവാൻ അൽ നഹദിയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനിൽ നിന്ന് ഭൂപ്രകൃതി കാണുന്നത് എല്ലായ്പ്പോഴും രസകരമാണ്. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടതിലും തികച്ചും വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ വായിക്കാം. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലവർ അബുദാബി മ്യൂസിയം, ദ മാർവൽ ഓഫ് എനി സ്റ്റാൻഡേർഡ്സ്. It houses some of the world's most fascinating archaeological remains, paintings, sculptures, and other artifacts. It carries the name of the famous Louvre Museum in France on an agreement. It has also rented more than 300 pieces from the Louvre for the display. I thought it terribly unlucky of me to have spent only half of a day in the museum. I would have loved to spend at least a week. അതായത് അദ്ദേഹം എന്താണ് പറയുന്നത്? ലൂവ്രെ അബുദാബി മ്യൂസിയത്തോട് കിടപിടിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലും അതൊരു അത്ഭുതം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ആകർഷകരമായ പുരാവസ്തുവശിഷ്ടങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, മറ്റ് കലാവസ്തുക്കളൊക്കെ അവിടെയുണ്ട്. ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിൻ്റെ പേരാണ് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ളത്. പ്രദർശനത്തിനായി ലൂവ്രയിൽ നിന്ന് 300-ലധികം പ്രദർശന വസ്തുക്കൾ വാടകയ്ക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ പകുതി ദിവസം മാത്രമേ അദ്ദേഹത്തിന് ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം പറയുകയാണ്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ഓൺ ബോർഡിംഗ് the flight to Calicut, I wished I had more time for a visit like this. At least 2 weeks another time. I might get a chance again, you never know. അതായത് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇതുപോലൊരു സന്ദർശനത്തിന് ഇനിയും സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും വീണ്ടും ഒരിക്കലും എനിക്ക് അവസരം ലഭിച്ചേക്കാം, അറിയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് ഗ്ലിംസ് ഓഫ് എമിറേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ പാഠത്തിന് വേണ്ടി. എമിറേറ്റ്സ് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ഒരു ട്രാവലോഗാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ട്രാവൽ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം കണ്ട കാഴ്ചകൾ ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, അദ്ദേഹം എവിടേക്കാണ് പോകുന്നത്? ഒമാനിലേക്ക് അദ്ദേഹത്തിൻ്റെ ന്യൂസിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം വിമാനത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഒരു വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിൽ ചുറ്റിത്തിരിയുന്ന മേഘങ്ങൾ, അതുപോലെ തന്നെ അതിവിശാലമായ മരുഭൂമി, ഇതൊക്കെ അദ്ദേഹത്തിനൊരു അനുഭവമായിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കടലോരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പവർ പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് പറയുന്നത്. അവിടെ എത്ര പവർ പ്ലാന്റ് എന്ന് പറയുന്നത് 3.2 മില്യൺ സോളാർ പവർ പാനലുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ആ പവർ പ്ലാന്റിൽ അത്രയും അധികം സോളാർ പാനലുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു സോളാർ പവർ പ്ലാന്റാണ് അവിടെ നൂർ അബുദാബിയിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ് കാണാൻ പറ്റിയിട്ടുള്ളൂ ഇവിടുന്ന് നെറ്റിൽ കൂടെ. അപ്പോൾ അദ്ദേഹത്തെ ആഗ്രഹിക്കണം എന്താണ്, അതായത് വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റിൻ്റെ ആകാശത്തു നിന്നുള്ള ഒരു കാഴ്ച നൽകിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം. അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുർജ് ഖലീഫയെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഉയരം കൂടിയ പ്രൗഢിയുമുള്ളതുമായ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കെട്ടിടമാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണേണ്ട കാഴ്ചയാണെന്ന് പറയുന്നത്. പിന്നെ ദുബായിലെ ബോട്ട് സഫാരിയെ കുറിച്ച് പറയുന്ന അതും അദ്ദേഹത്തിന് വളരെയധികം കൗതുകകരമായ അനുഭവമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മെട്രോ യാത്ര, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഒരു ലൂവ്രെ അബുദാബി മ്യൂസിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എന്താണ് അവിടുത്തെ പുരാവസ്തുവശിഷ്ടങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, അതുപോലെ ശില്പങ്ങൾ, കലാവസ്തുക്കളൊക്കെ അവിടെയുണ്ട് എന്ന് പറയുകയാണ്. അതായത് ഫ്രാൻസിലത്തെ ഒരു പ്രശസ്തമായ ലൂവ്രെ മ്യൂസിയത്തിൻ്റെ പേരാണ് ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രദർശന വസ്തുക്കൾ വാടകയ്ക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത് കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും അവിടെ ചിലവഴിക്കണം എന്നാണ് പറയുന്നത് മ്യൂസിയത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് ഒരു പകുതി ദിവസം മാത്രമാണ് അവിടെ ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ കയറുമ്പോൾ ഇതുപോലൊരു സന്ദർശനത്തിന് അദ്ദേഹത്തിന് സമയം ഇനിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും
വീണ്ടും ഒരിക്കൽ എനിക്ക് അവസരം ലഭിച്ചേക്കാം, 2 ആഴ്ചയെങ്കിലും ഒന്ന് വീണ്ടും ഒരിക്കൽ അദ്ദേഹത്തിന് ഈ അവസരം ലഭിച്ചേക്കാം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗ്ലിംസ് ഓഫ് എമിറേറ്റ്സ് എന്ന പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ഓതർ സേ ദാറ്റ് ഹി ഹാഡ് സ്ക്യൂസ്ഡ് ഇൻ 2 days? 2 ദിവസങ്ങൾ ഞെരുങ്ങിയാണ് കണ്ടെത്തിയതെന്ന് എഴുത്തുകാരൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഹി ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് ഹിസ് നീസ്, സോ ദ ഓതർ സേസ് ദാറ്റ് ഹി ഹാഡ് സ്ക്വീസ്ഡ് ഇൻ 2 days. അതായത് എന്താണ്, അദ്ദേഹത്തിൻ്റെ നീസിനോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് ഒമാനിലേക്ക് പോവുകയാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2 ദിവസം ഒരു ദിവസങ്ങൾ ഞെരുങ്ങിയാണ് കണ്ടെത്തിയതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ഓതർ സേ വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വൈറ്റ് ബീച്ചസ്? അതായത് ശാന്തമായ ഈ കടലോരങ്ങളിൽ ആർക്കും ഒരു സ്വർഗീയ അനുഭൂതി അനുഭവപ്പെടുമെന്ന് എഴുത്തുകാരൻ പറയുന്നതിന് കാരണം എന്ത്? ദ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ. എന്താ അതിൽ പറയുന്നത്? ദ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ. എന്താണ് കടലുകൾ കാണുന്നത്? ഇത് ശാന്തമായ, എവിടെയും ശാന്തമായൊരു അന്തരീക്ഷ അപ്പിയറൻസാണ് എവിടെയും കാണുന്നത് എന്നാണ് പറയുക. കടലിൽ എവിടെയും ശാന്തമായ ഒരു പീസ്ഫുള്ളായിട്ടുള്ള, ഒരു കാമായിട്ടുള്ള, ഒരു സെറീനായിട്ടുള്ള ഒരു അപ്പിയറൻസാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സ്വർഗീയാനുഭൂതി അനുഭവപ്പെടുമെന്ന് പറയുന്നത് കടലോരങ്ങളിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓതർ ഹാവ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി നെറ്റിലെ ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് തനിക്ക് തൃപ്തനാകേണ്ടി വന്നു എന്ന് എഴുത്തുകാരൻ പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? അതായത് പവർ പ്ലാന്റിൻ്റെ കാര്യമാണല്ലേ. ടൂറിസ്റ്റ് വെർ നോട്ട് അലൗഡ് ടു ഇൻസൈഡ് ദ പവർ പ്ലാന്റ്. ടൂറിസ്റ്റിനെ ഒന്നും, വിനോദസഞ്ചാരികളൊന്നും പവർ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് നെറ്റിലെ ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്? അതായത് ലോകത്തിന് പുറത്താണെന്ന തോന്നൽ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ എന്താണ് അർത്ഥമാക്കുന്നത്? ലോകത്തിന് പുറത്താണെന്ന് തോന്നൽ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്, എഴുത്തുകാരൻ അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കുന്നത്. ദ ഓതർ ഈസ് wonderstruck by the sight of dazzling light and the reflections on the creek. എന്താ അതിൽ പറയുന്നത്? അദ്ദേഹം പറയുന്നില്ലേ, അതായത് ലോകത്തിന് പുറത്താണെന്ന് തോന്നൽ അനുഭവപ്പെടുന്നുണ്ടെന്ന്. എന്താ അത് പറയാൻ കാരണം? അതായത് ദുബായിലെ ബോട്ട് സഫാരി അദ്ദേഹത്തിന് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അല്ലേ? അതിലത്തെ എന്താണ്? ലൈറ്റും റിഫ്ലക്ഷൻസും അല്ലേ? അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും ഉൾക്കടലിലെ അവയുടെ പ്രതിഫലനങ്ങളും എല്ലാം നിങ്ങൾക്ക് പുറത്താണെന്ന് തോന്നുന്നു നൽകുന്നു അല്ലേ? ദ ഓതർ ഈസ് wonderstruck by the sight of dazzling light and the reflections on the creek. Okay, next question, why does the author think he was unlucky in his visit to the Louvre Museum? Why did the author think he was unlucky in his visit to ലൂവ്രെ മ്യൂസിയം? അതായത് ലൂവ്രെ മ്യൂസിയത്തിലെ സന്ദർശനം ദൗർഭാഗ്യകരമായിരുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഹി കുഡ് സ്പെൻഡ് ഓൺലി ഹാഫ് ഡേ ഇൻ എ മ്യൂസിയം, സോ ഹി ഫീൽസ് അൺലക്കി. അതായത് അത് അൺലക്കിയാണ്. ആ ലൂവ്രെ മ്യൂസിയത്തിലെ സന്ദർശനം വളരെയധികം അൺലക്കിയാണ്. അതായത് എനിക്ക് ലക്കില്ലാത്തതാണെന്ന് പറയാൻ കാരണം എന്താ? അദ്ദേഹത്തിന് ഹാഫ് ഡേ ആണ് ആ മ്യൂസിയത്തിൽ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ അല്ലേ? ഹി കുഡ് സ്പെൻഡ് ഓൺലി ഹാഫ് ഡേ ഇൻ എ മ്യൂസിയം, സോ ഹി ഫീൽസ് അൺലക്കി. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൺലക്കി ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Pick out the sentences related to the following pictures from the passage and write down in the space provided. അതായത് നമ്മളിപ്പോൾ വായിച്ചില്ലേ, നമ്മളൊരു ട്രാവലോഗ് വായിച്ചില്ലേ, അതിൽ നിന്നും താഴെ പറയുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ചിത്രം എന്തിൻ്റെ കൊടുത്തിട്ടുള്ളത്? എന്താണ്? ബുർജ് ഖലീഫയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബുർജ് ഖലീഫയാണ്.
അപ്പോൾ അത് എഴുതുക. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദി വേൾഡ്. I was able to view the imposing Burj Khalifa, the tallest building in the world. Climbing it all the way up would take you to the top of the world. സെക്കൻഡ് പിക്ചർ എന്തിൻ്റെയാണ്? എ ബോട്ട് റൈഡ് അറ്റ് ദുബായ്. ദുബായിൽ നിന്നുള്ള ഒരു ബോട്ട് റൈഡിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? A boat ride at Dubai late in the evening was a fascinating experience. The dazzling lights and the reflections on the creek give you a feeling of being out of the world. അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതുക കേട്ടോ ഈ ചിത്രത്തിൻ്റെ അടിയിൽ. നെക്സ്റ്റ് ചിത്രം ഏതിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്? അതന്നെ പവർ പ്ലാന്റിൻ്റെ അല്ലേ? സോളാർ പവർ പ്ലാന്റിൻ്റെ ചിത്രം അല്ലേ? It was the entrance to Noor Abu Dhabi solar power plant. It is the largest single-site solar power plant in the world, producing a stupendous 1.2 gigawatt of power. അപ്പോൾ അതും എന്തെടുത്ത് എഴുതുക? ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് അതിലേക്ക് എഴുതുക കേട്ടോ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. സെറ ഈസ് ഗൈഡിങ് ഹെർ ഫ്രണ്ട് മിഴി, ഹൂ ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദ ലൊക്കാലിറ്റി, ഓൺ ഹൗ ടു റീച്ച് ഹെർ സ്കൂൾ. അതായത് സെറയുടെ ഫ്രണ്ടാണ് മിഴി. അപ്പോൾ സെറ ഗൈഡ് ചെയ്യുകയാണ് മിഴീനെ. അപ്പോൾ മിഴിക്ക് ഒട്ടും ഫെമിലിയർ അല്ല ആ സ്ഥലം. അവൾക്ക് സ്കൂളിലേക്ക് എത്തണം. അപ്പോൾ അവർ തമ്മിലൊരു കോൺവെർസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, സെറയും മിഴിയും തമ്മിലുള്ളത്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ പെൻസിലും ക്രയോൺസൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ സ്കൂളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മാപ്പ് വരയ്ക്കാം. എന്നിട്ട് പാർക്ക് ഉണ്ടെങ്കിൽ പാർക്ക്, സൂപ്പർ മാർക്കറ്റ്, ബാങ്ക്, അക്ഷയ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് എന്നിങ്ങനെ വഴിയിലെ ലാൻഡ് മാർക്കുകളൊക്കെ കാണിച്ചിട്ട് റോഡുകൾക്ക് ഇങ്ങനെ പേരൊക്കെ ഇട്ടിട്ട് മാപ്പ് നല്ല ഭംഗിയാക്കി ഒക്കെ ചെയ്തിട്ട് ആ വഴി നമ്മൾ സ്കൂളിലേക്ക് എത്തണ വഴി കാണിക്കുക, മാപ്പ് വരയ്ക്കുക. ഇതാണ് അതിൽ ചെയ്യാനുള്ളത്. ഓക്കെ. സെക്കൻഡ് ആക്ടിവിറ്റി എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്, നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴി വിവരിക്കുന്ന ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്നിട്ട് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ കുറച്ച് ഡയറക്ഷൻസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിന് മുകളിലൊരു ലെറ്റസ്റ്റ് റീഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 38 ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് നമ്മുടെ വീട്ടിലേക്ക് പോകണം, ഇതെങ്ങനെയാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകണം, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. യുവർ ഫ്രണ്ട് നിഷ്വ മറിയം from UAE decided to visit your home in Kerala. Here is the boarding pass of Nishwa Mariam, who arrived at Cochin International Airport from Dubai International Airport. അതായത് UAEയിൽ നിന്നുള്ള നിങ്ങളുടെ സുഹൃത്ത് നിഷ്വ മറിയം കേരളത്തിലെ നിങ്ങളുടെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചു. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയ നിഷ്വ മറിയത്തിൻ്റെ ബോർഡിംഗ് പാസ്സാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. You can see the passenger's name, boarding airport destination, flight number and seat number and departure gate number. A passenger cannot enter a flight without the boarding pass. അല്ലേ? ബോർഡിംഗ് പാസ് ഇല്ലാണ്ട് അവർക്ക് അതിലേക്ക് കിടക്കാൻ പറ്റില്ല. അതിൽ യാത്രക്കാരൻ്റെ പേര്, ബോർഡിംഗ് എയർപോർട്ട്, അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനം, പിന്നെ ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, പുറപ്പെടൽ ഗേറ്റ് നമ്പർ എന്നിവയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ആഫ്റ്റർ ലാൻഡിങ് നിഷ്വ മറിയം വാസ് ഗിവൻ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ഇറ്റ്. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ സം ഓഫ് ദി എൻട്രീസ്. അതായത് എയർപോർട്ടിലെത്തിയ ശേഷം നിഷ്വ മറിയത്തിന് ഒരു ഫോം പൂരിപ്പിക്കാൻ കൊടുത്തു. അത് പൂർത്തിയാക്കാൻ അവളെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില എൻട്രികൾ പൂരിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഉപയോഗിക്കാം. ചില എൻട്രികളൊക്കെ പൂരിപ്പിക്കാൻ നമുക്ക് ബോർഡിംഗ് പാസ് ഉപയോഗിക്കാം.
ആ ബോർഡിംഗ് പാസിൽ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ യശോമറിയത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുള്ളതിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ. അവിടെ നെയിം ഓഫ് ദി പാസഞ്ചർ, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് അറൈവൽ, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോൺടാക്റ്റ് അഡ്രസ്സ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു മാതൃക ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി ഫില്ല് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. അതായത് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഈ സെൻറ്റൻസിൽ നിന്ന് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ദ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ ബട്ട് എക്സ്പീരിയൻസ് ഈസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വൈറ്റ് ബീച്ചസ്. നെക്സ്റ്റ് അതിൽ ഏതാണ്, ഫസ്റ്റിൽ ഏതാണ്, സെറൈനാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡിൽ ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. സെക്കൻഡിൽ ഏതാണ്, ഇമ്പോസിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഇറ്റാലിക്സിലുള്ള വേർഡ്. ഓക്കെ, സം വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. ചില വേർഡ്സ് ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡുകളാണ് അല്ലേ. സെറൈൻ അപ്പിയറൻസ്, ഇമ്പോസിംഗ് ബുർജ് ഖലീഫ അല്ലേ. ദി ഡിസ്ക്രൈബ് ഹൗ പീപ്പിൾ, പ്ലേസസ്, ഹൗ തിങ്സ് ലുക്ക് ലൈക്ക്. അതായത് ആ എങ്ങനെയാണ് അതിരിക്കുന്നത്, ആ പ്ലേസ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ പീപ്പിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലം എങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ, എങ്ങനെയാണ് സ്മെല്ല്, എങ്ങനെയാണ് ഫീൽ, അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ പീപ്പിൾ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ്സ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ, റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. അതായത് നമ്മൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കണ്ടില്ലേ, ദ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ, അതുപോലെ തന്നെ ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്, ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ക്വൈറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, crowded, empty, colorful, lively, breathtaking, peaceful, bustling, vibrant, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എഴുതാം. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ടീച്ചറോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് വായിച്ച് നോക്കി എഴുതാട്ടെ. നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ എഴുതാം. ഓക്കെ, നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഇതുപോലെയൊക്കെ ഒന്ന് ക്രമീകരിച്ചും ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.